ഷാഫിക്ക് വേണ്ടി രാഹുൽ കളത്തിലിറങ്ങി. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, തന്റെ പ്രിയ സ്നേഹിതൻ ഷാഫിക്ക് പോലീസിന്റെ ക്രൂര മർദ്ദനം ഏൽക്കേണ്ടി വന്നത് കണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നലെ രാത്രി തന്നെ ശക്തമായി ഫേസ്ബുക്കിലൂടെ പ്രതികരിച്ചു. അദ്ദേഹത്തെ കാണുവാൻ നേരിട്ടെത്തുകയും ചെയ്തു. പ്രേക്ഷകർ ഇനി കാണുവാൻ പോകുന്നത് ക്രൂരമായ പോലീസ് മർദ്ദനമേറ്റിട്ടും ഗ്രനേഡ് പ്രയോഗം നടന്നിട്ടും സംസാരിക്കുവാൻ പോലും സാധിക്കാതെ ചോരയും ഒലിപ്പിച്ച് നിൽക്കുമ്പോഴും അദ്ദേഹം പിണറായി വിജയനുള്ള ആ മുന്നറിയിപ്പ് നൽകുന്നതൊന്ന് കാണുക. ഈ സകല പ്രകോപനങ്ങൾക്കും കാരണമെങ്കിൽ ഈ മർദ്ദനത്തിനും ചോരയുടെ പിന്നിലെ കാരണം നിങ്ങളുടെ സ്വർണ്ണക്കട മറച്ചു വെക്കാനുള്ള വ്യാമോഹമാണെങ്കിൽ രണ്ടിനും മറുപടി പറയാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, ഇതിലും വലിയ പരാജയം പേരാമ്പ്രയിൽ നിങ്ങൾക്കുണ്ടായിരിക്കുമെന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. രണ്ട്, എന്തിനെ കൊണ്ട് വാർത്ത മറച്ചാലും ഈ സ്വർണം കേട്ടവരെ ജനങ്ങളുടെ മുമ്പിൽ തുറന്ന് കാണിക്കുക തന്നെ ചെയ്യും എന്നും പറയാൻ ആഗ്രഹിക്കുന്നു. മൂന്ന്, പോലീസിനോട് ശമ്പളം പാർട്ടി ഓഫീസിൽ നിന്നല്ല, ആ ഓർമ്മ വേണം. ഇപ്പൊ ചെയ്ത പണിക്കുള്ള മറുപടി അത് ഞങ്ങൾ നൽകുന്നതായിരിക്കും. എല്ലാവരും പിരിഞ്ഞു പോകേണ്ടതാണ്. ഷാഫിയെയും യുവനേതാക്കന്മാരെയും മർദ്ദിച്ചത് കണ്ട് ഇന്നലെ രാത്രി തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലിട്ട ആ ഫേസ്ബുക്ക് പോസ്റ്റ് നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമല്ലോ. ശബരിമല ശാസ്താവിന്റെ സ്വർണം മോഷ്ടിച്ച ആ സ്വർണ്ണക്കൊള്ളം മറയ്ക്കുന്നതിന് വേണ്ടി നിങ്ങൾ പൊടിച്ച ഓരോ ചോരയ്ക്കും ഞങ്ങൾ കണക്ക് ചോദിക്കും, ഇവിടുത്തെ ജനങ്ങൾ അതിന് മറുപടി പറയിക്കും എന്ന് രാഹുൽ ഇന്നലെ രാത്രി തന്നെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് മാത്രമല്ല, ഇന്ന് അദ്ദേഹത്തെ ആശുപത്രിയിൽ കാണുവാൻ നേരിട്ടെത്തുകയും ചെയ്തു. ഇതാണ് സ്പിരിറ്റ്. ഈ നാണംകെട്ട കേക്കച്ചനും സംഘവും ഇത് കാണണം. അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ച് ഇത്രയും കഴിവുള്ള ഒരു ചെറുപ്പക്കാരനെ ഒതുക്കി വെച്ച് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വവുമെല്ലാം റദ്ദ് ചെയ്ത് മാറ്റി നിർത്തിയിട്ട് പോലും പാർട്ടിക്ക് ഒരു പ്രതിസന്ധി ഉണ്ടായപ്പോൾ, പാർട്ടിക്ക് ഒരു ക്രൈസിസ് ഉണ്ടായപ്പോൾ ഇതാ അദ്ദേഹം പാഞ്ഞെത്തി. ഇതാണ് സ്പിരിറ്റ്. ഇതാണ് കോൺഗ്രസ്സുകാരന്റെ ചോര. ഈ നാണംകെട്ട കേക്കച്ചനും സംഘത്തിനും മനസ്സിലാകാതെ പോയ ഒരു കാര്യം ഇതാണ്. ഇവന്മാർ സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ എന്തൊക്കെ പ്രവർത്തനങ്ങൾ നടത്തുവാൻ നോക്കി. നിയമസഭയിൽ നാണം കെട്ടു. ആകെ അവശേഷിച്ചത് 3 MLA-മാരുടെ സസ്പെൻഷനും മേടിച്ച് നാണം കെട്ടിവന്മാർ തിരികെ വന്നു. കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിൽ വിശ്വാസ സംഗമം എന്ന പേരിൽ KPCCയുടെ നേതൃത്വത്തിൽ ഈ കടൽ കിഴവന്മാരെല്ലാം ചേർന്നൊരു വിശ്വാസി പ്രതിഷേധ സംഗമം നടത്തുവാൻ ശ്രമിച്ചു. അത് 8 നിലയിൽ പാളി. ഈ നേതാക്കന്മാരല്ലാതെ ആരും അവിടെ വിശ്വാസികളാരും പങ്കെടുത്തില്ല. അപ്രകാരം ഈ സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ പരാജയപ്പെട്ട് നാണം കെട്ട് അവർ ചെയ്ത പ്രവർത്തനങ്ങളൊന്നും ഏൽക്കാതെ വന്നപ്പോൾ ഇന്നലെ കണ്ടോ, ഷാഫിയെ പോലുള്ള ഒരു കരുത്തനായ നേതാവ് കളത്തിലിറങ്ങിയപ്പോൾ കളം മാറിയത് കണ്ടോ? ഇന്നിതാ രാഹുൽ മാങ്കൂട്ടത്തിലും ശക്തമായ പ്രതികരണമായി എത്തിയിരിക്കുകയാണ്. കളം മാറിയത് കണ്ടോ? ഇതൊക്കെ കണ്ട് സഹിക്കവയ്യാഞ്ഞാണ് ഈ നാണം കെട്ട കേക്കച്ചൻ ഇവർക്കെതിരെ പാരപണിയുന്നത് എന്ന് ജനങ്ങളെ നിങ്ങൾ തിരിച്ചറിയണം. ഇതേപോലെയുള്ള യുവനേതാക്കന്മാരെ ഒതുക്കിയിട്ട് കർണാടകത്തിലെ ഗോസായിമാരിറക്കുന്ന അവരുടെ PR ഏജൻസികളാണോ ഇവിടെ പ്രവർത്തിക്കേണ്ടുന്നത്? ഇതുപോലുള്ള യുവനേതാക്കന്മാരെ തഴഞ്ഞിട്ടാണ്, ഇതുപോലെ പ്രതികരണശേഷിയുള്ള കരുത്തുള്ള യുവാക്കളെ ഒതുക്കിയിട്ടാണ് ഇവന്മാർ ഈ പണികൾ കാണിക്കുന്നതെന്ന് ജനങ്ങളെ നിങ്ങൾ മനസ്സിലാക്കണം. ഇന്നലെ ഞങ്ങൾ സൂചിപ്പിച്ചു, 11 ദിവസം നിയമസഭ കൂടിയപ്പോൾ 21 ബില്ലുകളാണ് തിടുക്കപ്പെട്ട് പാസ്സാക്കിയത്. ഈ പ്രതിപക്ഷം അതറിഞ്ഞില്ല. CAG-യുടെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ 4.48 ലക്ഷം കോടി രൂപയുടെ അധിക കടം, സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി വളരെ അപകടകരമായ അവസ്ഥയിലേക്ക് പോകുന്നു എന്നത് ഇവന്മാർ മറച്ചുവെച്ചു. അതുപോലെ വ്യക്തി അധിക്ഷേപങ്ങളിൽ ഊന്നി പ്രതികരണങ്ങൾ അറിയിച്ച് ശബരിമല വിഷയത്തെ ഇവന്മാർ ലഘൂകരിച്ചു കളഞ്ഞു. ഇന്ന് രാഹുൽ ഷാഫിയെ കാണുവാൻ ആശുപത്രിയിൽ എത്തിയപ്പോൾ മാധ്യമങ്ങളുടെ മുന്നിൽ നടത്തിയ ആ പ്രതികരണം കണ്ട ശേഷം ഉടൻ നമുക്ക് മടങ്ങി വരാം. കൊല്ലാനും മടിക്കാത്ത ഒരു സർക്കാരാണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെയൊക്കെ അടിസ്ഥാനപരമായ കാരണം എന്താണ് എന്ന് മൂക്കിന് ക്ഷതമേറ്റ് ഗുരുതരമായി പരിക്കുപറ്റ ആശുപത്രിയിലേക്ക് ചോരയൊലിപ്പിച്ച് കടന്നു പോകുമ്പോഴും ശ്രീ ഷാഫി പറമ്പിൽ പറഞ്ഞത് തന്നെയാണ് ഇതിന്റെ യഥാർത്ഥ രാഷ്ട്രീയം.
ശബരിമലയിൽ അയ്യപ്പന്റെ പൊന്നുകട്ട വിഷയം മറയ്ക്കുവാൻ വേണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ വിജയന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ആസൂത്രിതമായ നീക്കങ്ങളുടെ ഭാഗമായിട്ടാണ് ജനപ്രതിനിധി ശ്രീ ഷാഫി പറമ്പിലിനെ പോലൊരു പാർലമെന്റ് മെമ്പറെ പോലും ഇത്തരത്തിൽ തെരുവിൽ ക്രൂരമായി കൈകാര്യം ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനെ ക്രൂരമായി മർദ്ദിക്കുക, മുൻ KSU സംസ്ഥാന പ്രസിഡന്റ് ശ്രീ KM അഭിജിത്തിനെ ക്രൂരമായി മർദ്ദിക്കുക, പ്രവർത്തകരെ നിങ്ങൾ കണ്ടു കാണുമല്ലോ. അതിനുശേഷം എന്താ സംഭവിക്കുന്നത്? ഇവിടുത്തെ റൂറൽ SP ഉണ്ട്, ഒരു മിസ്റ്റർ ബൈജു. അയാൾക്ക് ഈ ഗവൺമെന്റ് IPS കൺഫർ ചെയ്ത് കൊടുത്തത് തന്നെ മുൻകാലങ്ങളിൽ കോൺഗ്രസിന്റെ പ്രവർത്തകന്മാരെ ക്രൂരമായി മർദ്ദിച്ചതിന്റെ പാരിതോഷികമായിട്ടാണ്. ഇതേ ക്രിമിനൽ തന്നെയാണ് ഈ കോഴിക്കോട് നഗരത്തിൽ തന്നെ ജോയൽ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ, അവനെ കഴുത്ത് ഞെരിച്ച് ശ്വാസം മുട്ടിച്ച അടക്കമുള്ള പശ്ചാത്തലമുള്ള വളരെ നൊട്ടോറിയസ് ആയിട്ടുള്ള ഒരു ക്രിമിനലാണ്. ആ ക്രിമിനൽ ഇന്നലെ എന്താ പറഞ്ഞത്? അയാൾ ഇന്നലെ പറയുകയാണ് ശ്രീ ഷാഫി പറമ്പിലിനെ പോലീസ് മർദ്ദിച്ചിട്ടില്ല. ഏത് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അയാളത് പറഞ്ഞത്? ഇന്ന് നിങ്ങളടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടല്ലോ, ആ വിഷ്വലുകൾ, ഫൂട്ടേജ് പുറത്തുവിട്ടിട്ടുണ്ടല്ലോ. ശ്രീ ഷാഫി പറമ്പിലിനെ തെരഞ്ഞു പിടിച്ച് പോലീസ് മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവിട്ടല്ലോ. അപ്പോൾ ശ്രീ ബൈജു എന്ന് പറയുന്ന നൊട്ടോറിയസ് ക്രിമിനൽ അയാൾ കള്ളം പറഞ്ഞത് ആർക്ക് വേണ്ടിയിട്ടാ? ശ്രീ ബൈജുവിനോട് പറയാനുള്ളത്, ബൈജു റൂറൽ SP പണി ചെയ്താൽ മതി. CPM ജില്ലാ സെക്രട്ടറി നടത്തേണ്ടുന്ന പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റുകൾ CPM ജില്ലാ സെക്രട്ടറി നടത്തിക്കൊള്ളൂ. അതല്ല, ശ്രീ ബൈജുവും CPM ജില്ലാ സെക്രട്ടറിയെ പോലെ തന്നെ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റുകൾ നടത്താനാണ് തീരുമാനിക്കുന്നതെങ്കിൽ CPM നേതാക്കന്മാരെ കൈകാര്യം ചെയ്യുന്ന പോലെ തന്നെ രാഷ്ട്രീയമായി കൈകാര്യം ചെയ്യാൻ ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് IPS കൺഫർ ചെയ്തു തരാൻ സഹായിച്ചതിന്റെ ഉപകാര സ്മരണയുമായി ശ്രീ ഷാഫി പറമ്പിൽ അടക്കമുള്ള ജനകീയ നേതാക്കന്മാരുടെ മെക്കിട്ട് കയറാമെന്ന് ശ്രീ ബൈജു അടക്കമുള്ള ഒരാളും വിചാരിക്കേണ്ട. ഒരു കാര്യം കൂടി കൃത്യമായി സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇനി നിങ്ങൾ എത്ര ചോരയിൽ കേരളത്തിലെ മുഴുവൻ ജനപ്രതിനിധികളെയും മുഴുവൻ കോൺഗ്രസ് നേതാക്കന്മാരെയും UDFന്റെ നേതാക്കന്മാരെയും ചോരയിൽ മുക്കി കുളിപ്പിച്ചാലും ഞങ്ങൾ ഒറ്റ ചോദ്യം തന്നെ ആവർത്തിച്ചു ചോദിച്ചുകൊണ്ടിരിക്കും അവസാന ശ്വാസം വരെ. അയ്യപ്പന്റെ പൊന്നിൽ പൊതിഞ്ഞ, സ്വർണത്തിൽ പൊതിഞ്ഞ പാളികൾ ഇവിടെയാണ്. അത് ആർക്കാണ് ഇവർ വിറ്റത്? എത്ര കോടിക്കാണ് വിറ്റത്? അയ്യപ്പന്റെ പൊന്ന് കട്ടവന്മാരെ വെറുതെ വിടാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. ആ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കും. കണ്ടോ, പിണറായി വിജയനെ വിജയ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും രാഹുൽ പ്രതികരിച്ചത്. ഇതുപോലെ നിയമസഭയിൽ പ്രതികരിക്കുവാൻ കരുത്തുള്ള, കഴിവുള്ള ഒരുത്തനെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ ഇതുപോലെ നാണം കെട്ട ചവിട്ട് നിയമസഭയിൽ MLA-മാർ പ്രതിപക്ഷം ഏറ്റുവാങ്ങേണ്ടി വരില്ലായിരുന്നു. പ്രതിപക്ഷത്തെ ചവിട്ടിക്കൂട്ടി നാണം കെടുത്തി സസ്പെൻഡ് ചെയ്ത് ഇറക്കി വിടുന്ന ഗതികേടുണ്ടാകില്ലായിരുന്നു. രാഹുലിനെ മാറ്റി നിർത്തിയാൽ മലമറിക്കുമെന്നും പറഞ്ഞാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ എത്തിയത്. എന്നിട്ട് അവൻ മലമറിച്ചോ? നാണം കെട്ടോ? പ്രിയപ്പെട്ട കോൺഗ്രസ്സുകാരെ, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ, നിങ്ങൾ ഉണരുക. ഈ നാണം കെട്ട കേക്കച്ചൻ നിന്നെയൊക്കെ നശിപ്പിക്കുവാൻ നോക്കുകയാണ്. ഈ പാർട്ടിയെ ബലാത്സംഗം ചെയ്യുവാൻ ശ്രമിക്കുകയാണ്. കർണാടകത്തിലെ ഗോസ്വാമിമാരുടെ ചട്ടകമായി മാറി അവന്മാരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ കേരളത്തിൽ നടപ്പിലാക്കുവാനായി കോൺഗ്രസ് മുക്ത കേരളത്തിനായി പിണറായിയുടെ കയ്യിൽ നിന്നും ഫണ്ട് മേടിച്ച് പിണറായി സർക്കാരിന് മൂന്നാമതും ഭരണ തുടർച്ചയുണ്ടാകുവാൻ പണിയെടുക്കുന്ന ഈ കേക്കച്ചൻ ഈ പാർട്ടിയെ നിങ്ങൾ നശിപ്പിക്കുവാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. കോൺഗ്രസ് പ്രവർത്തകരെ, നിങ്ങൾ ഉണരുക. ഷാഫിയുടെയും രാഹുലിന്റെയും മറ്റ് യുവനേതാക്കന്മാരുടെയും കരങ്ങൾക്ക് നിങ്ങൾ ശക്തി വരിക. ഇവർ ഉണർന്നു നിൽക്കുക. ഈ യൂത്ത് കോൺഗ്രസ്സുകാർ, ഈ കോൺഗ്രസിലെ യുവനേതാക്കന്മാർ ഉണർന്നെങ്കിൽ മാത്രമേ ഈ പ്രസ്ഥാനത്തെ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കൂ എന്ന് മനസ്സിലാക്കുക. ഇവന്മാർ, ഈ കടൽക്കിഴവന്മാർ ചേർന്ന് ഈ പ്രസ്ഥാനത്തെ തൂക്കി വിൽക്കുവാൻ ശ്രമിക്കുകയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇതാണ് അവസരം. ഇതുപോലുള്ള അവസരങ്ങളിൽ ചുണക്കുട്ടക്കാന്മാരായ യുവനേതാക്കന്മാർ കടന്നു വരട്ടെ. ഈ സതീശനും സംഘവും നടത്തുന്നത് ഇവരുടെ ശ്രദ്ധ തിരിക്കൽ നാടകത്തിന്റെ ഭാഗമാകുകയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നിയമസഭയിൽ നമ്മൾ കണ്ടതെന്താണ്? പ്രിയപ്പെട്ട കോൺഗ്രസ് നേതാക്കന്മാരെ, നിങ്ങൾ മനസ്സിലാക്കണം. ഇക്കഴിഞ്ഞ നിയമസഭയിൽ ഒരു ശ്രദ്ധ തിരിക്കൽ നാടകം. പിണറായി സർക്കാരിന് അവസാനം ഏറ്റവും സുപ്രധാനമായ 21 ബില്ലുകൾ യാതൊരു എതിർപ്പും കൂടാതെ പാസാക്കുവാനുള്ള അവസരമാണ് ഈ നാണം കെട്ടവൻ സഭയിൽ ഉണ്ടാക്കിയത്. കഴിഞ്ഞ ദിവസം 11 ബില്ലുകൾ, തട്ടുകടയിൽ പൊറോട്ട ചുട്ടെടുക്കുന്നത് പോലെ 11 ബില്ലുകളാണ് പാസാക്കിയെടുത്തത്. P. രാജീവ് തന്റെ സ്വാർത്ഥ താല്പര്യത്തിനായുള്ള 5 ബില്ലുകൾ
കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു മന്ത്രി 5 ബില്ലുകൾ അവതരിപ്പിക്കുകയും അത് പാസ്സാക്കിയെടുക്കുകയും ചെയ്തു. അതെന്താണെന്ന് ഈ പ്രതിപക്ഷത്തിന് അറിയുക പോലുമില്ല. അത്രയും ഗതികെട്ട ഒരു പ്രതിപക്ഷം. അവസാനം ഇതാ 3 MLA-മാരുടെ സസ്പെൻഷൻ മേടിച്ച് നാണം കെട്ടവന്മാർ തലയും താഴ്ത്തി പോയിരിക്കുകയാണ്. എന്നിട്ട് പത്തനംതിട്ടയിൽ പോയി വിശ്വാസ സംഗമം നടത്തി. എന്ത് സംഭവിച്ചു? നാണം കെട്ടു. വേദിയിലിരുന്ന കോൺഗ്രസ് നേതാക്കന്മാരല്ലാതെ ഒരൊറ്റ വിശ്വാസികൾ പോലും ആ സംഗമത്തിൽ പങ്കെടുത്തില്ല. പൊട്ടിപ്പൊളിഞ്ഞ് നാറി പാളീസായി പോയി. ഇതാണ് ഈ കടൽ കിഴവന്മാർ. എന്നാൽ ഇന്നലെ ഷാഫിയെ പോലുള്ള ആമ്പിള്ളാർ കളത്തിലിറങ്ങിയപ്പോൾ കണ്ടു, ആ ഷാഫിയെ വധിക്കുവാനുള്ള ശ്രമമാണ് നടത്തിയത്. ഇതിനകത്തെല്ലാം ആ കേക്കച്ചന്റെ പങ്കുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഷാഫിക്കെതിരെ ഇത്രയും ആക്രമണം ഉണ്ടായിട്ടും ആ കള്ള നാറി അവൻ പമ്മിയിരിക്കുകയാണ്. ഇന്ന് 11 മണിയാകുമ്പോൾ അവൻ പുട്ടിയും ഇട്ട് ബ്യൂട്ടി പാർലറിൽ പോയി മാധ്യമങ്ങൾക്ക് ബൈറ്റ് കൊടുക്കുവാൻ വേണ്ടി അവൻ എഴുന്നള്ളി വരും. അവന്റെ മാധ്യമ സിൻഡിക്കേറ്റുകൾ, അവന്റെ എച്ചിൽ ഭക്ഷിക്കുന്ന മാധ്യമ സിൻഡിക്കേറ്റുകൾ അവന്റെ വായ്ത്താരികൾ എടുത്ത് ചൂടോടെ നൽകും. ഇന്നലെ രാത്രി ക്രൂരമായി മർദ്ദിച്ചപ്പോൾ, ഷാഫിയെ വധിക്കുവാൻ ശ്രമിച്ചപ്പോൾ പാഞ്ഞെത്തേണ്ട, മുന്നിൽ നിർത്തേണ്ട അവൻ എവിടെ പോയി? അവൻ അടിച്ച് ഫിറ്റായി കോൺതെറ്റി എവിടെയോ കിടക്കുകയായിരുന്നു. അരമനക്കുണ്ടൻ KPCC പ്രസിഡന്റ് അടിച്ച് പൂക്കുറ്റിയായി വെളിവില്ലാതെ എവിടെയോ കിടക്കുകയായിരുന്നു. പ്രതികരണവുമായി ആരുമില്ലായിരുന്നു. ഏതാനും യുവനേതാക്കന്മാരാണ് പല സ്ഥലങ്ങളിലും പ്രകടനമായി ഇറങ്ങിയത്. അവരെയെല്ലാം പോലീസ് വളഞ്ഞിട്ട് അതിക്രൂരമായി മർദ്ദിച്ചു. ഈ വിഷയത്തിൽ സന്ദീപ് വാര്യരും പത്തനംതിട്ടയിലെ യുവജന നേതാക്കന്മാരും യുവതികളും അടങ്ങുന്നവർ ഇപ്പോഴും കൊട്ടാരക്കര സബ് ജയിലിൽ കിടക്കുകയാണ്. ഈ നാണം കെട്ടവന്മാർ പത്തനംതിട്ടയിൽ വിശ്വാസ സംഗമം നടത്തിയപ്പോൾ അവരെ കുറിച്ച് ഒരു അനുസ്മരണം പോലും നടത്തിയില്ല. അത്ര നീചന്മാരായ ഇവന്മാരാണ്. അവസാനം വേദിയിലുള്ളവരും പോയി ജനങ്ങളും പോയി കഴിഞ്ഞപ്പോൾ രമേശ് ചെന്നിത്തല ഓടി വന്നൊരു പരാമർശം മാത്രം നടത്തി സന്ദീപിനെ കുറിച്ച്. ഒരു അഭിവാദ്യങ്ങൾ. നാണം കെട്ടവന്മാർ. എന്നാൽ ഇന്നലെ കണ്ടോ, 30 വർഷങ്ങൾക്ക് ശേഷം പേരാമ്പ്ര CKG ഗവൺമെന്റ് കോളേജിൽ KSU തിരിച്ചു പിടിച്ചതിന്റെ വിജയാഹ്ലാദവുമായി പുറത്തിറങ്ങിയപ്പോൾ CPM ഗുണ്ടകൾ അവരെ ആക്രമിച്ചു. അതിനെതിരെ ഹർത്താൽ നടന്നു. അതുമായി ബന്ധപ്പെട്ട് നടന്ന ആ പ്രകടനത്തിൽ ഷാഫി പറമ്പിൽ ഉൾപ്പെടെ പങ്കെടുത്തപ്പോഴായിരുന്നു ഷാഫി പറമ്പിലിനെ ഉൾപ്പെടെയുള്ളവരെ വധിക്കുവാനായി ശ്രമിച്ചത്. അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് ഗ്രനേഡ് എറിയുവാനായിരുന്നു പദ്ധതി. അത് കയ്യിലിരുന്ന് പൊട്ടി DYSP പ്രസാദിന്റെ പരിക്കേറ്റു. അല്ലായിരുന്നെങ്കിൽ അദ്ദേഹത്തെ ആ ഗ്രനേഡ് എറിഞ്ഞ് കൊല്ലുമായിരുന്നു. അത് സാധിക്കാതെ വന്നപ്പോഴാണ് പോലീസ് ലാത്തി വീശി അദ്ദേഹത്തിന്റെ മുഖത്തിന് തന്നെ അടിച്ച് മൂക്കിന്റെ പാലം തകർക്കുകയും തലയുടെ ഒരു വശം പൊട്ടുകയും ചെയ്തത്. സർജറി കഴിഞ്ഞ് അദ്ദേഹം ആശുപത്രിയിലാണെന്ന്. ഇത്രയും ക്രൂരമായ ഒരു വധശ്രമം ഉണ്ടായിട്ടും അതിനെതിരെ പ്രതികരിക്കേണ്ടുന്ന KPCC അധ്യക്ഷൻ എവിടെ പോയി? ഇന്നലെ പ്രതിപക്ഷ നേതാവ് എവിടെ പോയി? ആ നാണം കെട്ടവന്മാർ അല്പസമയത്തിനുള്ളിൽ വരും. അവന്റെയൊക്കെ സ്ഥിരം സമയം 11:30. മാധ്യമങ്ങൾ കാത്തു നിൽക്കുകയാണ് ഇവന്റെ ഛർദിൽ കോരാൻ. പ്രിയപ്പെട്ട കോൺഗ്രസ്സുകാരെ, ഈ യുവനേതാക്കന്മാരെ നിങ്ങൾ ചേർത്ത് പിടിക്കുക. ഇവരാണ് ഈ പാർട്ടിയുടെ അസറ്റ്, ഈ നാടിന്റെ കരുത്ത്. ഇവരിലാണ് നാടിന്റെ പ്രതീക്ഷ. ഇവരെ ഒതുക്കുവാൻ ശ്രമിക്കുന്ന ഈ നാണം കെട്ട കേക്കച്ചനെയും സംഘത്തെയും ജനങ്ങൾ ഒതുക്കണം. കർണാടക ലോബിയുടെ പണം മേടിച്ച് ആ കർണാടക ലോബിയാണ് ഇപ്പോൾ നിയന്ത്രിക്കുന്നത്. ഇവന്മാരെ തൂത്തെറിയണം നിങ്ങൾ. ഈ കർണാടകത്തിലെ നാണം കെട്ടവന്മാരെ കേരളത്തിൽ കാലുകുത്താൻ നിങ്ങൾ അനുവദിക്കരുത്. ഇവിടെ മിടുമിടുക്കന്മാരായ ഈ മിടുക്കന്മാരിവിടെ ഉള്ളപ്പോൾ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ജീവൻ നല്ലേ കൊടുക്കുവാൻ വീര്യവും ഊർജവുമുള്ള ഈ പ്രസ്ഥാനത്തോട് ആത്മാർത്ഥതയുള്ള ഷാഫിയെയും രാഹുലിനെയും പോലെയുള്ള മിടുക്കന്മാർ ഇവിടെ ഉള്ളപ്പോൾ എന്തിന് കർണാടകത്തിലെ ഈ നാറികൾ ഇവിടെ വരണം? നിങ്ങളെ ഇവന്മാർ വെറും മണ്ണുണ്ണികളാക്കുകയാണെന്ന് യുവനേതാക്കന്മാർ മനസ്സിലാക്കണം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.